വചനം 16 വാക്കർത്ഥം. വകദാലിക അപ്രകാരം, അൻസൽനാഹു ഇതിനെ നാം ഇറക്കിയിരിക്കുന്നു, ആയാത്തിൻ ലക്ഷ്യങ്ങളായ നിലക്ക്, ബയ്യിനാത്തിൻ വ്യക്തങ്ങളായ, വ അന്നല്ലാഹ അല്ലാഹു ആണെന്നതിനാലും, യഹ്ദി സന്മാർഗത്തിലാക്കുന്നു, മാർഗദർശനം നൽകുന്നു എന്നതിനാലും, മയ്യുരീദ് അവൻ ഉദ്ദേശിക്കുന്നവരെ. وَكَذَلِكَ أَنزَلْنَاهُ آيَاتٍ بَيِّنَاتٍ وَأَنَّ اللَّهَ يَهْدِي مَن يُرِيدُ. അപ്രകാരം നാം ഇത് അഥവാ ഖുർആൻ വ്യക്തമായ ലക്ഷ്യങ്ങളെന്ന നിലക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലാക്കുന്നതാണെന്നതിനാലും അവതരിപ്പിച്ചിരിക്കുകയാണ്. വചനം 17 വാക്കർത്ഥം. ഇന്നല്ലദീന നിശ്ചയമായും ഒരു കൂട്ടർ, ആമനു അവർ ഈമാൻ സ്വീകരിച്ചു അഥവാ സത്യവിശ്വാസം സ്വീകരിച്ചു, വല്ലദീന യാതൊരു കൂട്ടരും, ഹാദു അവർ ജൂതരായി, വസ്വാബിഈന സാബികളും, വന്നസ്വാറ നസ്വാറാക്കളും അഥവാ നസ്രാനികളും, വൽമജൂസ മജൂസികളും അഥവാ അഗ്നിയാരാധകരും, വല്ലദീന യാതൊരു കൂട്ടരും, അഷ്റഖു അവർ ശിർക്ക് സ്വീകരിച്ചിരിക്കുന്നു, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, യഫ്സിലു തീർപ്പ് കൽപ്പിക്കും, ബൈനഹും അവർക്കിടയിൽ, യൗമൽ ഖിയാമത്തി ഖിയാമത്തുനാളിൽ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും, ഷഹീദ് സാക്ഷ്യം വഹിക്കുന്നവനാണ് അഥവാ സന്നദ്ധനായി മേൽനോട്ടം ചെയ്യുന്നവനാണ്. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വസ്സാബിഈന വന്നസാറാ വൽമജൂസ വല്ലദീന അശ്റകൂ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമഹ് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. നിശ്ചയമായും ഈമാൻ അഥവാ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവർ, ജൂതന്മാരായുള്ളവർ, സാബികൾ, നസ്രാനികൾ, മജൂസികൾ, ശിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവർ എന്നിവർക്കിടയിൽ ഖിയാമത്തുനാളിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാകുന്നു. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു. 16-17 വചനങ്ങളുടെ വിശദീകരണം. ലോകത്ത് കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന 6 മതവർഗങ്ങളാണിവർ. ഈമാൻ സ്വീകരിച്ചവരെന്ന് പറഞ്ഞത് സത്യവിശ്വാസം സ്വീകരിച്ച മുസ്ലിങ്ങളെപ്പറ്റിയാണ്. ജൂതന്മാർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മതാവലംബികളെന്ന പേരിൽ അവശേഷിച്ചവരാകുന്നു. നസ്രാനികൾ എന്നു പറഞ്ഞത് ക്രിസ്ത്യാനികളെയാകുന്നു. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ദേവീദേവന്മാരാക്കി ആരാധിക്കുന്നവരാണ് സാബികൾ. അഗ്നി ആരാധകന്മാരാണ് മജൂസികൾ. വിഗ്രഹാരാധനകൾ സ്വീകരിച്ചവരാണ് ഷിർക്ക് സ്വീകരിച്ചവർ. ഇവരിൽ സത്യവിശ്വാസം സ്വീകരിച്ച ഒന്നാമത്തെ കക്ഷിയൊഴിച്ച് ബാക്കിയെല്ലാം ചെകുത്താൻ്റെ കക്ഷികളും ഒന്നാമത്തേത് റഹ്മാന്റെ കക്ഷിയുമാകുന്നു. ഓരോ കക്ഷിയുടെയും അതിലെ അവാന്തര വിഭാഗങ്ങളുടെയും എല്ലാ സ്ഥിതിഗതികളും അള്ളാഹു കണ്ടറിഞ്ഞും വീക്ഷിച്ചുകൊണ്ടുമിരിക്കുന്നു. ഓരോ കക്ഷിയെയും അതിലെ വ്യക്തികളെയും ഖിയാമത്തുനാളിൽ അവൻ വിചാരണ ചെയ്ത് തക്ക തീർപ്പ് കൽപ്പിക്കുന്നതാണ് എന്നു സാരം. ഓരോ വ്യക്തിയോടുമായി അള്ളാഹു പറയുന്നു,